ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ വിഷ്ണുവിൻ്റെ വാക്കുകളെല്ലാം ഓർത്ത് ശാലിനി മരണത്തിലേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽത്തീരത്താണ് ശാലിനി വന്ന് നിൽക്കുന്നത്. ശാലിനി ഇങ്ങനെ വിഷ്ണു പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിഷ്ണു പറഞ്ഞ ഓരോ വാക്കുകളും ശാലിനിയോട് പറഞ്ഞ ഓരോ വാക്കുകളും വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ശാലിനിയെ വിളിക്കാമെന്ന് വിചാരിച്ച് ശാലിനിയെ വിളിക്കുന്നു. ശാലിനി ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഫോൺ എടുക്കുന്നത് അനുപല്ലവിയാണ്. മാഡം ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം ശാലിനിയെ വിളിച്ചിട്ട് കിട്ടാത്തതിന് വിഷ്ണു വിളിച്ചപ്പോഴത്തേക്കും അനുപല്ലവിയാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് അപ്പോഴത്തേക്കിനാണ് വേഗം വിഷ്ണുവിന് ഒന്ന് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വിഷ്ണു വേഗം വണ്ടി എടുത്ത് കമലിനുമായിട്ട് ശാലിനിയെ തിരഞ്ഞ് പോവുകയാണ്. ഒരു കടൽത്തീരത്തിന് അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ കുറേ ആൾക്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കാണ് വിഷ്ണു ഇങ്ങനെ മനസ്സിൽ ശാലിനിയോട് പറഞ്ഞ കാര്യങ്ങൾ, നീയൊക്കെ എവിടെയെങ്കിലും പോയി ചത്തൂടേടി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കമലം പറയുന്നുണ്ട്, വിഷമിക്കേണ്ട ആശാനെ, നമ്മൾ എവിടെ ആയാലും ഇടത്തേമ്മയെ കണ്ടെത്തും, എവിടെ ആയാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവർ ഈ ആൾക്കൂട്ടത്തിനെ കാണുന്നൊക്കെയുണ്ട്. അപ്പോൾ അതിനടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് ഇങ്ങനെ ആൾ കൂടി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും കടൽത്തീരമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും പറയുകയാണ്, അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആണെന്ന് തോന്നുന്നു, അവിടെ അടിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുകൂടാതെ നമ്മുടെ ശാലിനി വിഷ്ണു IAS എന്നുള്ള ആ നെയിം ബോർഡ് അവിടെ ഇങ്ങനെ തിരയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ശാലിനിക്ക് എന്തെങ്കിലും പറ്റിയതാണോ അതോ ഇനി വേറെ ഏതെങ്കിലും ഡെഡ് ബോഡി ആണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഡെഡ് ബോഡി ആകാനായിട്ടുള്ള ടൈമൊന്നും ആയിട്ടില്ല. ശാലിനി കുറച്ച് മുന്നേ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയ അടുത്ത റിവ്യൂവിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണാം. എന്തായാലും ശാലിനിക്കൊന്നും പറ്റാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ചെറിയ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഭാഗമായിട്ട് കൂടുതൽ റിവ്യൂ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.